ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. സദ്യക്കൊക്കെ റെഡിയാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത മസൂർ ദാൽ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മസൂർ ദാൽ കുതിർക്കുന്ന സമയത്തിന് ഞാനൊരു 1/4 സ്പൂൺ ഉലുവ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്താണ് അരമണിക്കൂർ സോക്ക് ചെയ്തത്. നമുക്കിതേ കുക്കറിൽ തന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞു കൊടുത്തതിന് ശേഷം 3 അല്ലി വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുമ്പളങ്ങ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. നാടൻ കുമ്പളങ്ങയാണ്. അടുത്തത് അരിഞ്ഞെടുത്ത മത്തൻ പീസസ് ഇട്ട് കൊടുത്ത്, ഇത് ചൊരക്കയുടെ പീസസ്സാണ്. വെള്ളരിക്ക ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുമ്പളങ്ങയും ചൊരക്കയും ഇട്ട് കൊടുത്തുകൊണ്ട് വെള്ളരിക്ക കുറച്ചേ എടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ കത്തിരിക്ക സ്ലൈസ് ചെയ്ത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ പകുതി വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ഇതെൻ്റെ കയ്യിൽ ഇത്രയും കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു പൊട്ടറ്റോ അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സാമ്പാർ നല്ലവണ്ണം കൊഴുപ്പ് കൂട്ടാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചേമ്പെന്ന് പറയുന്നത്. അത് തൊലി കളഞ്ഞെടുത്ത് അതുകൂടി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിൽ വളരെ കുറച്ച് മലക്കറിയാണ്, നമ്മൾ വളരെ കുറച്ച് വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ ഈ ചേമ്പ് കഷ്ണം ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാവും. 2 കഷ്ണം ചേമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാം. ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാൻ. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു 2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും, 1 സ്പൂണിൽ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 1/4 സ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും, അതുപോലെ സാമ്പാറിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കായത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കഷ്ണങ്ങളും പൊടിയും ഒക്കെ കൂടെ നല്ല മിക്സായി കിട്ടണം. ഞാൻ വെജിറ്റബിൾസ് നല്ലവണ്ണം വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ വെജിറ്റബിൾസൊക്കെ വേകാതെ കിടന്നു കഴിഞ്ഞാൽ പിറക്കി മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് വെജിറ്റബിൾസ് മാക്സിമം ഞാൻ ഇതിൽ വേവിച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേകണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പാറിന് എത്രയാണോ തിക്നെസ് വേണ്ടത് ആ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം 2 കപ്പ് അളവിൽ, ചെറിയ കപ്പിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചിലർക്ക് കുറുകിയ സാമ്പാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള സാമ്പാറായിരിക്കും. അപ്പോൾ ആ ഒരു ആവശ്യാനുസരണം എത്രയാണ് വെള്ളം വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സാമ്പാറിൽ തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഉരുളപ്പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാം.
വറുത്തെടുക്കാനായിട്ട് ഒരു കടായി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുത്ത് കടുക് മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളക് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇനി ചെറുതായി വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് നമുക്ക് ഈ വറവിട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സദ്യയ്ക്കും മറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഫൈനലി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന ഓണസദ്യക്ക് എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.